ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് തന്റെ കയ്യിൽ കിടന്ന തന്റെ സന്തത സഹചാരിയായി ഒപ്പമുണ്ടായിരുന്ന ആ ഇടിവള കയ്യിൽ നിന്ന് ഊരി വിഷ്ണു രേഷ്മയെ ഏൽപ്പിച്ചു. ഞാൻ ജീവനോടെ മടങ്ങി വന്നാൽ നീ ഇതെന്റെ കയ്യിൽ അണിയിച്ചു തരണം. ഇനി ഞാൻ ജീവനോടെ ഇല്ല എങ്കിൽ എന്റെ ചിതാഭസ്മം പാപനാശിനിയിൽ ഒഴുക്കണമെന്ന വിഷ്ണുവിന്റെ അവസാന ആവശ്യം നിറവേറ്റാനാണ് ഞങ്ങൾ ചിതാഭസ്മമായി മധുരയിലേക്ക് പോയതെന്ന് രേഷ്മ പറയുന്നത് എല്ലാം കേട്ട് സഹിക്കാനാകാതെ ബോധം കെട്ട് നിലത്ത് വീഴുകയാണ് ശാലിനി. ഒടുവിൽ ആ ചിതാഭസ്മമായി ശാലിനി സത്യാമ്മയ്ക്ക് മുന്നിലേക്ക് എത്തുന്നു. വേദനയോടെ ആ ചിതാഭസ്മം നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സത്യാമ്മയ്ക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറുന്ന ശാലിനിയെ പിന്നിൽ നിന്ന് സത്യാമ്മ വിളിക്കുന്നു. ശാലിനി, വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാൻ കഴിഞ്ഞോ? CI ചില സംശയങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും എവിടെയൊക്കെയോ വിഷ്ണുവേട്ടനെ പോലെ ഒരാളെ കണ്ടെത്തിയതായിട്ട് CI പറഞ്ഞുവെന്ന് ശാലിനി കളവ് പറയുമ്പോ കണ്ണു നിറഞ്ഞ് ആ ചിതാഭസ്മം നെഞ്ചിലേക്ക് ചേർത്ത് അടക്കി പിടിച്ചുകൊണ്ട് ശാലിനി സത്യാമ്മയ്ക്ക് മുഖം കൊടുക്കാതെ പിന്തിരിഞ്ഞ് പറയുന്നത് കേട്ട് സത്യാമ്മ സന്തോഷത്തോടെ പറഞ്ഞു, സാരയില്ല, അവൻ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കട്ടെ, ഒരു ദിവസം അവൻ തിരിച്ച് നമ്മളെ തേടി ഇങ്ങോട്ട് എത്തും. അവൻ അങ്ങനെ കറങ്ങി നടന്നോട്ടെ, സാരമില്ല, നമുക്ക് അവനെ കാത്തിരിക്കാമെന്ന് സത്യാമ്മ ശുഭാപ്തി വിശ്വാസത്തോടെ പറയുമ്പോൾ ആ അമ്മയുടെ വാക്കുകൾ കേട്ട് അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ കണ്ണുനീരോടെ ശാലിനി വേഗം റൂമിലേക്ക് പോകുന്നു.